ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഡേ 22 ആണ്. ഇനി 3 ഡേയ്സും കൂടെയാണ് ഉള്ളത്. അപ്പം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം എനിക്കിപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ വീഡിയോസ് കണ്ട് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് താങ്ക് യു. ആൻഡ് ഇതെനിക്ക് മെൻഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ആരാന്ന് എനിക്കറിയില്ല, ഒരാൾ എല്ലാ വീഡിയോസിനും നല്ല രീതിയിൽ ആളെ എഫേർട്ട് എടുത്ത് ആളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കമൻറ്റ് ഇടുന്നുണ്ട്. ഞാനെല്ലാം വായിക്കാറുണ്ട്. കമൻറ്റ് വരുന്നതും എനിക്ക് പേഴ്സണൽ മെസ്സേജസ് വരുന്നതും എല്ലാം ഞാൻ വായിക്കാറുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു ഇച്ചിരി പോർഷൻ അല്ലെ ഇച്ചിരി ടൈം എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ വീഡിയോയ്ക്കും അതുപോലെ ഇതുവരെ വീഡിയോ ഈ ഒരു എന്താ പറയുക ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മുടെ ഫാമിലിയിലോട്ട് കുറച്ച് പേരും കൂടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഈ വീഡിയോയിൽ ഇതുവരെ ചെയ്ത വീഡിയോയിലും ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ തോട്ട്സ് മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ദെൻ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത കാര്യങ്ങൾ. അപ്പം മാക്സിമം ഞാൻ തന്നെയായിട്ടിരുന്നാണ് വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, മനുഷ്യരാണ്, ചില സമയത്ത് നല്ല രീതിയിൽ ഉണ്ടാവും, ചില സമയത്ത് ലോ ആയിരിക്കും. അപ്പം എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിൽ കള്ളത്തരം കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളതും ഇനി അങ്ങോട്ടും. അപ്പം ഇന്നത്തെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ടോക്സിസിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടോക്സിക് നേച്ചർ, ടോക്സിക് ബിഹേവിയർ, ടോക്സിക് റിലേഷൻ, ടോക്സിക് പേരൻറ്റിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണ പോർഷൻസ്. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് പേര് വരും പോവും. അതിൽ ചിലർ നമ്മളെ താത്തും, ചിലർ നമ്മളെ വളർത്തും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ടോക്സിക് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോക്സിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമ്മളെ തന്നെ നോക്കാം. ഈ ടോക്സിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് വരിക, വേറൊരാളെക്കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടോക്സിക് നേച്ചറാണ്. അപ്പം നമുക്കിത് ആദ്യം നമ്മളിൽ നിന്ന് തന്നെ കണ്ടെത്താം. നമുക്കിനി അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ, അല്ലെ നമ്മൾ അങ്ങനെയാണോ? ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം മറ്റുള്ളവരെ തിരുത്താൻ. അതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. സ്വന്തം കണ്ണിലെ കരടെടുത്തിട്ട് വേണം മറ്റൊരാളുടെ അടുത്ത് പോകാൻ എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്കുള്ളിൽ ടോക്സിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ അല്ലെ നേച്ചർ ഉണ്ടോ എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഈ പറഞ്ഞ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവം, വെറുതെ ഇരിക്കുമ്പം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരിക, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ യെസ്, നമ്മളും ടോക്സിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വൺസ് നമ്മളിത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം? നമ്മൾ വൺസ് റിയലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി പ്രശ്നം മാറും. കാര്യം നമ്മൾ കോൺഷ്യസ് ആവും. അങ്ങനെ കോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പകുതി പയ്യെ നമ്മളിത് കുറയ്ക്കാൻ തുടങ്ങും. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പലരുടെ ഉള്ളിൽ ഒരു ടോക്സിക് നേച്ചർ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ പോലും അറിയാതെ അത് പുറത്ത് കിടക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈവൻ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായി കഴിഞ്ഞിട്ടോ ആളുടെ അടുത്ത് പൊസസീവ് നേച്ചർ കാണിക്കുക. പൊസസീവ്നെസ് നല്ലത് ചീത്ത അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ പൊസസീവ്നെസ് ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേനും ആൾക്കതൊരു കൺട്രോളിങ് ആയിട്ട് തോന്നും. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ആദ്യം ചെക്ക് ചെയ്യണം. ദെൻ ടോക്സിക് ബിഹേവിയറിലേക്ക് വരുമ്പോഴത്തേനും ഒരു ബിഹേവിയറാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എന്തെന്നുള്ളതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, വൺസ് നമ്മൾ ചെയ്തൊരു തെറ്റിന് നമ്മൾ സോറി പറയാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സഹായിച്ചതിന് അയാൾക്ക് നമ്മൾ താങ്ക് യു പറയാൻ തയ്യാറാവുക, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കിന് സോറി, ഇത് എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ, ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരു സോറി, ഒരു താങ്ക് യു, തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ ടോക്സിക് നേച്ചറിനെ ഒന്ന് നമുക്ക് അടക്കി നിർത്താൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റും പെട്ടെന്നൊരു ദിവസം, അങ്ങനെയെന്നല്ല. പക്ഷെ നമ്മൾ വൺസ് റിയലൈസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നൊരു ചിന്ത നമുക്ക് വരുമ്പോഴത്തേനും പതിയെ ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് കുറയും. ഇപ്പം എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്.
അപ്പം ഇവർ രണ്ടുപേരുമാണ് എപ്പോഴും ഒരുമിച്ച് നടക്കുക, പഠിക്കുക, എവിടെയെങ്കിലും പോയാൽ ഒരുമിച്ച്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം നല്ല ഫ്രണ്ട്സാണ്. അവരുടെ ഇടയ്ക്ക് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അവർ പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്ത് കമ്പനിയാവും. അപ്പം നമ്മൾ തലയും വാലും എന്നൊക്കെ വിളിച്ചാൽ കളിയാക്കി കൊണ്ടിരുന്നത്. പക്ഷേ ആളുടെ ഫ്രണ്ടിന് ഇപ്പം എക്സും വൈയും ആണെന്നിരിക്കട്ടെ, അവരെ നമുക്ക് അങ്ങനെ വിളിക്കാം. അപ്പം ഈ എക്സ് വേറൊരു കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു കുട്ടിയുടെ കൂടെ പോകുന്നത്, വേറൊരു കുട്ടിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്, ഇതൊന്നും വൈക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഒരു പൊസസീവ്നെസ് മാത്രമാണത്. പക്ഷേ ഈ എക്സ് ഇങ്ങനെ പല ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും വൈ മൂഡ് ഔട്ട് ആവുക, വൈക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഇതും ഒരു പൊസസീവിൽ നിന്ന് തുടങ്ങുന്നതാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വേറൊരാളുടെ സമാധാനം കെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് സ്ട്രെസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വൈ എന്ത് ചെയ്യുക? വൈ ഈ എക്സ് അറിയാതെ ഓരോ കാര്യങ്ങൾക്ക് പോവുക, പരിപാടികൾ കൂടുക, മറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുക. രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. എക്സിനും ഇഷ്ടമാണ് വൈയെ, വൈക്കും ഇഷ്ടമാണ് എക്സിനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നേച്ചർ വൈക്കുള്ളത് കൊണ്ട് എക്സ് കുറെ കൂടെ കോൺഷ്യസ് ആവുന്നുണ്ട് ആ ഫ്രണ്ട്ഷിപ്പിൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ടോക്സിസിറ്റി കാരണം. ഇനി നമ്മളൊരു റിലേഷൻഷിപ്പിൻ്റെ കേസിലോട്ട് വരുവാണെങ്കിൽ, റിലേഷൻഷിപ്പിൽ വേണ്ടത് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുപോലെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. പക്ഷേ വൺസ് നമ്മൾ ഈ ടോക്സിസിറ്റി ഇതിലേക്കും കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഡൗട്ട്, ഈഗോ, അതുപോലെ എന്താ പറയുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഡോമിനേറ്റിംഗ് കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിലോട്ട് വരുന്നത്. ഇത് ഒരുപാട് റിലേഷൻ ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് എവിടെ നിൽക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ ടോക്സിസിറ്റി, ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെ ടോക്സിസിറ്റി വരുന്നത്? ഒരാൾ കൂടുതൽ സ്നേഹിക്കുക, അങ്ങനെ വരുമ്പോഴത്തേനും ആൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. എവിടെ പോണു, എന്ത് ചെയ്യുന്നു, എന്താ ഞാൻ കോൾ വിളിച്ചിട്ട് എടുക്കാത്തത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നു അതിലേക്ക്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊരു സഫോക്കേഷനായിട്ട് തോന്നും. കാര്യം എന്തിനാ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. മേ ബി ആ ആൾക്ക് പേടി കൊണ്ടായിരിക്കും, അയ്യോ എന്നെ വിട്ടിട്ട് പോവോ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ലേ, എന്നെക്കാട്ടിലും നല്ല ആൾ കിട്ടുമോ അവന്, ഇങ്ങനെയുള്ള ചിന്തകളും കാരണം ഈ പറഞ്ഞ എന്താ പറയുക കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ടോക്സിക് നേച്ചർ റിലേഷൻഷിപ്പിലോട്ടും കൊണ്ടുവരാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം ഡിസ്റ്റൻസ് റിലേഷൻ ആണെങ്കിൽ പോലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഒരു വഴക്കുണ്ടായി, ഞാൻ വഴക്കുണ്ടാക്കാനുള്ള കാരണം എനിക്ക് ഇങ്ങനെ തോന്നിയത് കൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ ഈഗോ വരുമ്പോഴാണത് പിന്നെയും എന്താ പറയുക ഗ്യാപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് നേച്ചർ വരുമ്പോഴത്തേനും ഞാനവിടെ പൊക്കോട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം, അല്ലാതെ അതിന് വേറൊരാൾ സമ്മതം തന്നിട്ട് വേണം എന്നില്ല. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, മുടി വെട്ടിക്കോട്ടെ, അല്ലെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടോട്ടെ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ? മേ ബി ചിലർ ഇഷ്ടം കൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടാവാം. പക്ഷെ വൺസ് അയാൾ വേണ്ട, നിൻ്റെ മുടി വെട്ടുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെ നീ ചുരിദാർ ഇടുമ്പം ഷോൾ ഇടാതെ പോകണമെന്ന് എനിക്കിഷ്ടമല്ല, ഇങ്ങനത്തെ വരുമ്പോഴത്തേനും അവിടെയും കൺട്രോളിങ് വരികയാണ്. ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിങ് ഒരു ചോയ്സ് ആണ്. എന്ത് ധരിക്കണം, വൾഗാരിറ്റി ഇല്ലാതെ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് അവനവൻ്റെ ചോയ്സാണ്. അതിൽ വേറൊരാൾ അഭിപ്രായം പറഞ്ഞിട്ട് വേണ്ട നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ അങ്ങനെ. ഇനി പാരൻറ്റിങ്ങിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിലോ, ടോക്സിക് പാരൻറ്റിങ് ഇപ്പം ഭയങ്കര എന്താ പറയുക കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഈ പാരൻറ്റിങ്ങിൽ എങ്ങനെയാണ് ടോക്സിസിറ്റി വരിക? ഇപ്പം ഒരു കുട്ടീനെ വഴക്ക് പറയുക, അല്ലെങ്കിൽ കുട്ടിയുടെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ പറയുന്നത് എന്തിനാ? അവളുടെ നന്മയ്ക്കല്ല, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ല ചില പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറച്ച് സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ ഉള്ളൂ കുട്ടികൾ നന്നാവത്തുള്ളൂ, അല്ലെ അടിച്ചു വളർത്തിയാൽ മാത്രമേ ഉള്ളൂ കുട്ടികൾ നന്നാവത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ അടിച്ചു വളർത്തുന്ന കുട്ടിയെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന കുട്ടിയെ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഈ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ കുട്ടീനെ? ഈവൻ മാർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ കുട്ടിയെ എന്തെങ്കിലും കാരണത്താൽ കഴിവുകളുടെ പേരിലോ കമ്പാരിസൺ നടത്തുന്നുണ്ടോ? ഇനി അവരുടെ ഫീലിങ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് ജസ്റ്റ് കുട്ടിയെ ഭയങ്കരമായിട്ട് അല്ലെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പം ഇതും ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റും. അപ്പം ഇതൊരിക്കലും ഒരു എന്താ പറയുക കുട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ടൊരു ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർക്കത് ഇമോഷണൽ പ്രഷറാണ് കൊടുക്കുന്നത്. ഇത് കാരണം ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്.
ഒരുപാട് കുട്ടികൾ വഴിതിരിഞ്ഞ് പോയിട്ടുണ്ട്. എങ്ങനെ ഈ കൺട്രോളിങ് വരുമ്പോഴത്തേനും ഓക്കെ എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റത്തില്ല, വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമാവും, സോ അതെന്ത് ചെയ്യും, അവർ ഫ്രണ്ട്സായിട്ട് പറയുന്നു, അത് വേറെ രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ പേർക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീട്ടിൽ കേൾക്കാനില്ലാത്ത എന്താ പറയുക, കുട്ടീനെ കേൾക്കാനില്ലാത്ത അവസ്ഥയിൽ കുറേ കൗൺസിലിംഗ് സെഷൻസ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആക്ച്വലി പേരൻസിനും ഒരു പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കേണ്ടതാണ് ഈ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ളത്. നമ്മളും ഇപ്പം പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ചിലപ്പം അവർക്ക് അങ്ങനെ ആവട്ടെ അവരിങ്ങനെ ആവട്ടെ നമ്മളത് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇത് കുട്ടിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഓക്കെ അമ്മ എന്നെ എപ്പോഴും കമ്പയർ ചെയ്യുക, അല്ലെ അമ്മ എൻ്റെ മാർക്കല്ല പറയുന്നത്, അവൻ്റെ മാർക്കിനെ കുറിച്ചാണ് പറയുന്നത്, നിനക്ക് ഇത്ര ഇല്ലല്ലോ, അങ്ങനെ 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 കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേനും അല്ലെ മനസ്സ് തുറന്ന് കുട്ടിക്കൊന്നിരുന്ന് കരയാൻ പറ്റുന്നില്ല പേരൻസിൻ്റെ മുന്നിൽ. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ടോക്സിസിറ്റി കൊണ്ടുവരുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ അത് കുട്ടികളിൽ നല്ല രീതിയിൽ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊരു ഇൻഡിവിജ്വൽ ആണ്, അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ദെൻ അവർക്കൊരു സ്പേസ് വേണം, റെസ്പെക്റ്റ് കൊടുക്കണം, അവരുടെ ആ ഐഡൻറ്റിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഈ ടോക്സിസിറ്റി എന്നുള്ള കാര്യത്തെ ഈ പല രീതിയിൽ, ഇപ്പം ഞാൻ റിലേഷൻ്റെ കാര്യം പറഞ്ഞു, പേഴ്സണൽ ബിഹേവിയറിൻ്റെ കാര്യം പറഞ്ഞു, ഇനി എങ്ങനെ ഈ നേച്ചർ നമുക്കുണ്ടോ എന്നുള്ളത് പറഞ്ഞു, പേരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് നോക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, നമുക്കിതിനെ ഓവർകം ചെയ്യാൻ എന്തായാലും പറ്റും. ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ചീത്ത കാര്യങ്ങളെ വിട്ടുകളയുക. അപ്പം അത്രേ ഉള്ളൂ. സ്റ്റേ കാം, സ്റ്റേ പോസിറ്റീവ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.